ഇന്ന് നമുക്ക് ഫ്രിഡ്ജ് ഒന്ന് ഓർഗനൈസ് ചെയ്താലോ? എല്ലാ തവണയും വീക്കെൻഡൊക്കെ ആവുമ്പോഴാണ് ഓർഗനൈസിങ്ങും ക്ലീനിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നത്. ഇതിപ്പോൾ എല്ലാ വീക്കിലും ചെയ്യുന്നത് കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങളൊന്നും ഇതിൽ വരുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ളതുള്ളൂ. ഫ്രീസറിൽ ഇപ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ട് ചെയ്യണ്ട, നമ്മൾ ഓൾറെഡി അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കാനഡ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ എനിക്ക് കിട്ടിയത് കേട്ടോ. ഒരു 2-3 ദിവസത്തേക്കുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് ഇതേപോലെ കണ്ടെയ്നറുകളിലാക്കി വെക്കും. നമുക്ക് പെട്ടെന്ന് എടുക്കാനും എളുപ്പമാണ്. എനിക്കിങ്ങനെ കവറിലാക്കി വെക്കാനും ഇഷ്ടമല്ല. ഇപ്പോൾ മല്ലിയിലയുടെ കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ നാട്ടിലായാലും പെട്ടെന്ന് വാടിപ്പോകുന്നൊരു സംഭവമാണ് മല്ലിയില. പെട്ടെന്ന് വാടാതിരിക്കാൻ ആദ്യമൊക്കെ ഞാൻ തണ്ട് വെള്ളത്തിൽ മുക്കി വെക്കാറുണ്ടായിരുന്നു. ആ ട്രിക്കും പരാജയപ്പെട്ടപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുമ്പോൾ കുറേ നാൾ ഇരിക്കാറുണ്ട്. ഇത് ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു അരമണിക്കൂറിൻ്റെ പണിയുള്ളൂ. പക്ഷെ ആ പണി ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഭാരം കുറയാറുണ്ട്. ക്യാരറ്റിൻ്റെ കൂടെ ബേബി ക്യാരറ്റും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വെക്കാറ്. നാട്ടിലൊക്കെ ആണെങ്കിൽ ഓറഞ്ചൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലേ വെക്കാറുള്ളൂ. പക്ഷെ ഇവിടെ ആണെങ്കിൽ അകത്തും പുറത്തും തണുപ്പായതുകൊണ്ട് തന്നെ പുറത്ത് ഫ്രൂട്ട്സ് വെച്ചാലും യാതൊരു പ്രശ്നവുമില്ല. നമ്മളിവിടെ ചായ അഡിക്റ്റഡ് ആണ്. ചായ അഡിക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി ചായയാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ ഇഞ്ചി ഇങ്ങനെ തൊലി കളഞ്ഞ് വെക്കുന്നതും ഒരു ശീലമാണ്. ഇവിടുത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നല്ല വലുപ്പത്തിലായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അരിഞ്ഞു വെക്കാനും ഭയങ്കര ഈസിയാണ്. എപ്പോഴും ഞാൻ ഇതുപോലെ തണ്ടൊക്കെ കളഞ്ഞിട്ടാണ് വെക്കാറ്. അതും കുറേ നാൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ അരമണിക്കൂറിൽ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. തക്കാളിയൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള തക്കാളിയാണ് നമുക്കിവിടെ കിട്ടുക. ഒരു തക്കാളി കൊണ്ട് തന്നെ നമുക്ക് 2-3 കറി വരെ വെക്കാം. പിന്നെ ഞാനിവിടെ ഒരു 3-4 ദിവസത്തേക്കുള്ള ആട്ടയൊക്കെ കുഴച്ച് വെക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നതിനും 1 മണിക്കൂർ മുമ്പ് ആ ആട്ടയൊന്നും എടുത്ത് പുറത്ത് വെക്കും വേണം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതെനിക്കൊരു പഞ്ചാബി കുട്ടി പറഞ്ഞു തന്ന ഒരു ഹാക്കും കൂടിയാണ്. ഇത് ഞങ്ങളിവിടെ ഇടയ്ക്ക് മേടിക്കാറുള്ള ദോശമാവുമാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഫ്രിഡ്ജ് ഇവിടെ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ട്രെയിൽ ഞങ്ങൾ പാലക്കാണ് കേട്ടോ വെക്കാറുള്ളത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ടാറ്റ.